ഹേ ഗായ്സ്, വെൽക്കം ടു മൂവി എക്സ്പ്ലനേഷൻസ്. ഇറ്റ് ലീവ്സ് ഇൻസൈഡ് എന്ന 2023 റിലീസ് ചെയ്ത ഇന്ത്യൻ ബേസ്ഡ് അമേരിക്കൻ മൂവിയാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മൂവിയുടെ തുടക്കത്തിൽ ഒരു വീട് കാണിക്കുന്നു. വീടിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു സാത്താന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ സാത്താന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കി. രക്തത്തിൽ മുങ്ങിയ അയാളുടെ മരണതുല്യമായ വേദനയിൽ അയാൾ കരയുന്നു. പിന്നീട് അയാളുടെ കത്തിക്കരിഞ്ഞ ശരീരമാണ് നമ്മൾ കാണുന്നത്. അയാളുടെ അടുത്ത് ഒരു പുസ്തകം കിടക്കുന്നു. ഒരു ജാറും അവിടെ ഉണ്ട്. എന്തിനാണ് ഇത് കാണിക്കുന്നത് എന്നറിയില്ല. സീൻ ഷിഫ്റ്റായി സാം എന്ന പെൺകുട്ടിയെ കാണിക്കുന്നു. അവളുടെ ജനനം ഇന്ത്യയിൽ ആണ്. എന്നാലും അച്ഛന്റെയും അമ്മയുടെയും കൂടെ US-ലേക്ക് വന്നതാണ്. ഇന്ന് അവരുടെ വീട്ടിൽ വൈകിട്ട് പൂജയുണ്ട്. സാമിന്റെ അമ്മ അവളോട് സ്കൂളിൽ നിന്നും നേരത്തെ വരാൻ പറയുന്നു. പൂജ ഉള്ളത് കൊണ്ട് അവൾ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നു. അച്ഛനോട് ബൈ പറഞ്ഞ് അവൾ സ്കൂളിലേക്ക് പോകുന്നു. അവിടെ അവളുടെ ഫ്രണ്ട് വൈകിട്ട് കറങ്ങാൻ പോകാമോ എന്ന് അവളോട് ചോദിക്കുന്നുമുണ്ട്. എന്നാൽ അവളുടെ വീട്ടിൽ ഇന്ന് പൂജയുള്ളത് കൊണ്ടാണ് വരാൻ പറ്റാത്തത് എന്ന് ഫ്രണ്ടിനോട് സാം പറയുന്നു. പൂജ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു ആചാരമാണ് എന്ന് അവൾ പറയുന്നു. എല്ലാ വർഷവും ഈ ദിവസം പ്രാർത്ഥനയുണ്ടാകും എന്നും അവൾ പറയുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സാമിന്റെ പഴയ ഫ്രണ്ടായിട്ടുള്ള ടമീറ വരുന്നത്. അവളും ഇന്ത്യനാണ്. നേരത്തെ അവളുമായി നല്ല സൗഹൃദമായിരുന്നു സാമിന്. പിന്നീട് അവർ തമ്മിൽ തെറ്റി. ഇപ്പോൾ ടമീറ ഒരു വല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. അവൾ ആരോടും സംസാരിക്കാറില്ല. ഒറ്റയ്ക്കാണ് ആഹാരം കഴിക്കുന്നത്. ഒറ്റയ്ക്കാണ് നടക്കുന്നത്. അവളുടെ കയ്യിൽ എപ്പോഴും ഒരു ജാർ കാണും. സാമും ടമീറയുമായി നല്ല ബന്ധമായിരുന്നു കുട്ടിക്കാലത്ത്. പിന്നീട് അവര് പതുക്കെ പതുക്കെ അകലാൻ തുടങ്ങി. അതിന് കാരണം സാമിന് ഇന്ത്യൻ കൾച്ചറിൽ നിന്നും മാറി കൂളായി നടക്കാനാണ് ഇഷ്ടം. ടീച്ചർ ടമീറയെ കുറിച്ച് ചോദിക്കുന്നു. അപ്പോഴാണ് സാം കാര്യങ്ങളൊന്നും പറയാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത്. അവൾ കുട്ടിയൊന്നുമല്ലല്ലോ, ഒരുപാട് ശ്രദ്ധിക്കാൻ എന്ന് സാം പറയുന്നു. അതിനുശേഷം കൂട്ടുകാരുമായി സാം സംസാരിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ടമീറ വരുന്നു. എന്നാൽ ആരും മൈൻഡ് ആക്കുന്നില്ല ടമീറയെ. ടമീറയുടെ കയ്യിലുള്ള ജാർ ഇന്ത്യൻ കൾച്ചറിൽ പെട്ടതാണോ എന്ന് സാമിന്റെ ഫ്രണ്ട് ചോദിക്കുന്നു. അപ്പോൾ സമീറയെ കാണിക്കുന്നുണ്ട്. അവൾ പേടിച്ചാണ് നടന്നു പോകുന്നത്. മന്ത്രം ഉച്ചരിക്കുന്നുണ്ട്. അവളുടെ ബാഗിൽ നിന്നും രക്തം ഒഴുകുന്നു. വീട്ടിലെത്തിയ ശേഷം ബാഗ് തുറന്ന് അതിൽ നിന്നും ഇറച്ചി കഷ്ണം എടുത്ത് ആ കുപ്പിക്കുള്ളിൽ ഇടുന്നു. ഏതോ സാത്താൻ കരയുന്നതും അലറുന്നതും നമ്മൾ കേൾക്കുന്നു. അതിനുശേഷം പിറ്റേന്ന് ടമീറ സാമിനെ കാണാൻ വരുന്നു. അവൾക്ക് സാമിന്റെ സഹായം വേണമെന്ന് പറയുന്നു. അവൾ പറയുന്ന കാര്യം ദയവ് ചെയ്ത് വിശ്വസിക്കണം എന്നും ടമീറ അപേക്ഷിക്കുന്നു. അങ്ങനെ സാം അത് കേൾക്കാം എന്ന് തീരുമാനിക്കുന്നു. ടമീറ പറയാൻ തുടങ്ങുമ്പോൾ അവളുടെ കാതുകളിൽ സാത്താൻ മന്ത്രിക്കുന്നു. ടമീറ പറയുന്നു, നീ ശ്രദ്ധിച്ചിട്ടില്ലേ എന്റെ കയ്യിലെ ഈ ജാർ? ഒരിക്കൽ എന്റെ കയ്യിലേക്ക് വന്നതാണ് ഈ ജാർ. ഇതിന്റെ ഉള്ളിലുള്ളതിന് എപ്പോഴും വിശപ്പാണ്. ഇറച്ചി കൊടുക്കണം. നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. എന്നാൽ എനിക്ക് ഇതിനെ കാണാം, കേൾക്കാം, ഫീൽ ചെയ്യാം. ഇത് എന്റെ പേര് വിളിക്കും, കരയും. സാം ചോദിക്കുന്നു, ഈ ജാറിനുള്ളിൽ എന്താണ്? അപ്പോൾ ടമീറ പറയുന്നുണ്ട്, അതൊരു ഭീകര സാത്താനാണ് എന്ന്. സാം ടമീറ പറയുന്നത് കേൾക്കുന്നില്ല. ടമീറയ്ക്ക് ഭ്രാന്താണ് എന്ന് പറയുന്നു. എന്നാൽ ടമീറ സാമിന് മുൻപിൽ ജാർ നീട്ടുന്നു. അപ്പോൾ സാം അത് പൊട്ടിച്ചു കളയുന്നു, താഴെ തട്ടിയിട്ട്. അതിൽ നിന്നും ഒരു കറുത്ത പുക പടരുന്നുണ്ട്. ടമീറ അവിടെ നിന്നും പേടിച്ചു പോകുന്നു. മന്ത്രങ്ങൾ ഉറക്കെ ഉച്ചരിക്കുന്നുമുണ്ട്. സാം ടമീറയ്ക്ക് പിന്നാലെ പോകുന്നു. എന്നാൽ സാം മാപ്പ് പറഞ്ഞിട്ടും ടമീറ ഒന്നും പറയുന്നില്ല. ടമീറ എന്തോ കണ്ട് പേടിക്കുന്നു. അവൾ നിലവിളിക്കുന്നു. അവൾ സാമിന് പിറകിൽ ഒരു ഭീകര രൂപം കാണുന്നുണ്ട്. പിന്നീട് അവളെ ഏതോ അദൃശ്യ രൂപം വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ മൂവിയുടെ ആദ്യത്തെ രംഗം പോലുള്ള ഒരു സീൻ സൃഷ്ടിക്കപ്പെടുന്നു. ടമീറയുടെ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവളുടെ അമ്മ വളരെ ടെൻഷനിലാണ്. സാമിനും അറിയില്ല അവൾ എവിടെ പോയെന്ന്. ടമീറയെ നമ്മൾ കാണുന്നുണ്ട്. ഏതോ ഒരു റൂമിൽ അടച്ചിട്ടിരിക്കുകയാണ് അവളെ. ഏതോ ഒരു ശക്തി അവളെ ഉപദ്രവിക്കുന്നു. തീയിൽ കരിക്കുന്നുമുണ്ട്. ഇതേ സമയം സാമിന്റെ വീട്ടിൽ പൂജ നടക്കുന്നു. അവിടെ ടമീറയുടെ അമ്മയും വരുന്നുണ്ട്. എല്ലാവരും ടമീറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ സാമിന് ഈ പൂജയൊന്നും ഇഷ്ടമല്ല. പൂജയ്ക്ക് വന്ന ആന്റി പറയുന്നുണ്ട്, ഇൻസ്പെക്ടറിന് സംഭവിച്ചതുപോലെ നമ്മുടെ ടമീറയ്ക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. ഓഫീസറിന് എന്താ സംഭവിച്ചത് എന്ന് സാം അച്ഛനോട് ചോദിക്കുന്നു. അച്ഛൻ പറയുന്നു, ഓഫീസറിനെ കണ്ടതിനെ കുറിച്ചും. അയാൾ നമ്മുടെ കൾച്ചറിൽ നിന്നും വിട്ടുപോകുകയായിരുന്നു. അയാളുടെ മകൻ കരൺ ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു. അവൻ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. സാം അങ്ങനെ അമ്മയുടെ വാക്ക് കേൾക്കാതെ പൂജയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവിടെ നിന്നും സ്കൂളിലേക്ക് പോയി ടമീറയെ അവസാനമായി കണ്ട സ്ഥലം പരിശോധിക്കുന്നു. അവിടെ നിന്നും ടമീറയുടെ ഡയറി കിട്ടി. അത് ശരിക്കും കരന്റെ ഡയറിയാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. അതിൽ എന്തൊക്കെയോ ഡിമൻസിനെ കുറിച്ചും മോൺസ്റ്റേഴ്സിനെ കുറിച്ചും സാത്താനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അതേ ടൈമിൽ
അവളുടെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോയ സാം കരനെ കുറിച്ച് ചോദിക്കുന്നു. അവളുടെ ഫ്രണ്ട് അവളെ കരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചാണ് കരൻ വെന്ത് മരിച്ചത് എന്ന് പറയുന്നു. എന്നാൽ തീ കത്തിയതിന്റെ തെളിവുകൾ ഒന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല എന്നും അവൻ പറയുന്നു. ഇതേ വീട്ടിൽ വെച്ച് തന്നെയാണ് കരന്റെ അച്ഛനും അമ്മയും മരിച്ചതെന്നും പറയുന്നു. കരന്റെ റൂമിലേക്ക് അവർ പോയി നോക്കുമ്പോൾ അവിടെ വിചിത്രമായ ഒരു ചുമർ ചിത്രം അവർ കാണുന്നു. ആ ഡയറിയിൽ കണ്ട പോലെ തന്നെയുള്ള ചിത്രങ്ങളായിരുന്നു അത്. പോലീസിന്റെ സൗണ്ട് കേട്ടിട്ട് സാമും ഫ്രണ്ടും അവിടെ നിന്ന് പോകുന്നു. തിരിച്ച് വീട്ടിലെത്തി ഉറങ്ങാൻ കിടന്ന സമയം ടമീറയെ സ്വപ്നം കണ്ട് എഴുന്നേൽക്കുന്നു. ഇത് അമ്മയോട് പറയുമ്പോൾ അത് കേൾക്കാൻ അമ്മ തയ്യാറാകുന്നില്ല. കാരണം സാം കഴിഞ്ഞ ദിവസം പൂജയിൽ നിന്നും പോയത് അമ്മയ്ക്ക് ഇഷ്ടമായിട്ടില്ല. അമ്മ അവളെ ഒരുപാട് വഴക്ക് പറയുന്നു. അവൾ അമ്മയോട് തർക്കുത്തരങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവൾ തിരിച്ച് കരന്റെ വീട്ടിലേക്ക് പോയി ആ പുസ്തകം എടുക്കാൻ. അവിടെ ചെന്ന് ഫ്രണ്ടിനോട് ടമീറയുടെയും സാമിന്റെയും കുട്ടിക്കാലത്തെ സൗഹൃദത്തെക്കുറിച്ച് പറയുന്നു. അപ്പോഴാണ് വീട്ടിന്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത്. ഫ്രണ്ട് പറയുന്നത് കേൾക്കാതെ സാം വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി. അതേസമയം ഫ്രണ്ടിനെ ഏതോ അദൃശ്യമായ ശക്തി ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ അവനെ കൊല്ലുന്നു. ഇത് കണ്ട് നമ്മുടെ സാം ഒരുപാട് വിഷമിക്കുന്നു. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ഭ്രാന്തിയെ പോലെയായി അവൾ. അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് വിഷമം വരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് അമ്മയും. അവസാനം ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാം എന്ന് അമ്മ പറയുന്നു. എന്നാൽ സാമിന്റെ അച്ഛൻ സമ്മതിക്കുന്നില്ല. ഇതേ സമയം നമ്മളെ ടമീറയെ കാണിക്കുന്നുണ്ട്. അവൾ കരന്റെ വീട്ടിലാണ് ഉള്ളത്. ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും സാത്താൻ അതിന് സമ്മതിക്കുന്നില്ല. ഇതേ സമയം ഉറക്കത്തിൽ നിന്നും ഉണർന്ന സാം ഡൈനിങ് റൂമിൽ നിന്ന് കരയുന്ന അമ്മയെ കാണുന്നു. പിന്നീട് മനസ്സിലാക്കുന്നു അത് സാത്താനാണ് എന്ന്. സാത്താൻ സാമിനെ ആക്രമിക്കുന്നു. പിന്നീട് സ്വപ്നമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാ കാര്യങ്ങളും സാം ടീച്ചറോട് പറയുന്നു. ടീച്ചർ അതൊന്നും വിശ്വസിക്കുന്നില്ല. ഈ സമയം ടമീറയെ സാം ഓർക്കുന്നു. സാത്താനെ കാണുന്നെന്ന് പറഞ്ഞ് അവിടെ നിന്ന് സാം പേടിച്ചു പോകുന്നു. ടീച്ചർ സാമിനെ വിളിക്കുന്നു. കരന്റെ ഡയറി സാം ടീച്ചറിന് ഡീകോഡ് ചെയ്യാൻ കൊടുത്തിരുന്നു. ടീച്ചർ പറയുന്നു ഈ ഡയറിയിൽ ഒരു ഭീകരനായ സാത്താനെ കുറിച്ചാണ് പറയുന്നത്. ഈസ്റ്റ് ഇന്ത്യയിലാണ് ഇതിനെ കാണുന്നത്. ഇത് ഇറച്ചി കഴിക്കും, പിന്നീട് ആത്മാവിനെ വിഴുങ്ങും. ഇതിനെ കുപ്പിയിലാക്കിയാണ് അടച്ചിരിക്കേണ്ടത്. അതല്ലാതെ ശരീരത്തും അതിനെ ബന്ധിപ്പിക്കാമാണ്. അങ്ങനെ അപ്പോഴാണ് ടമീറ എന്തുകൊണ്ടാണ് കുപ്പിയുമായി നടക്കുന്നത് എന്ന് സാം ഓർത്തെടുക്കുന്നത്. അത് പൊട്ടിച്ച് അപ്പോൾ സാത്താൻ പുറത്തു ചാടി എന്ന് ഇവൾ മനസ്സിലാക്കുന്നു. ടീച്ചർ സാമിനോട് പേടിക്കേണ്ട, അങ്ങോട്ടേക്ക് താൻ വന്ന് സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്താം എന്ന് പറയുന്നു. അതേസമയം അമ്മയോട് സംസാരിക്കുകയാണ് സാം. സാത്താൻ ഉണ്ട് എന്ന് അമ്മയോട് സാം പറയുന്നു. അമ്മ സാമിനോട് പറയുന്നുണ്ട് കഠിനമായ ദുഃഖം, ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന മനുഷ്യരെയാണ് സാത്താൻ ചൂഷണം ചെയ്യുന്നത് എന്ന് അമ്മ പറയുന്നുണ്ട്. അതിനുശേഷം സാമിനെ സഹായിക്കാൻ നോക്കിയ ഫ്രണ്ടിനെ കൊന്നതുപോലെ ടീച്ചറിനെയും കൊല്ലാൻ ശ്രമിക്കുന്ന സാത്താനെ നമ്മൾ കാണുന്നു. അമ്മ പറയുന്നു ഇന്ത്യയിൽ നിന്നും കരന്റെ ഫാമിലി ഇവിടേക്ക് വന്നത് ആ സമയത്ത് സാത്താനെ പേടിച്ചിട്ടാണ് എന്ന് അമ്മ മനസ്സിലാക്കുന്നു. എന്നാൽ സാത്താൻ അവരെ വെറുതെ വിട്ടില്ല. അവരെ ഫോളോ ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നു. കരന്റെ ഫാമിലി അതിനെ ജാറിലാക്കി എന്നും പിന്നീട് ടമീറയുടെ കയ്യിൽ നിന്നും അത് രക്ഷപ്പെട്ടു. 7 ദിവസത്തിനുള്ളിൽ ടമീറയെ കൊല്ലും എന്നാണ് ആ ഡയറിയിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അമ്മയെടുത്ത് ഹെൽപ്പ് ചോദിക്കുകയാണ് നമ്മുടെ ഹീറോയിൻ. അങ്ങനെ അമ്മ ദേവിയുടെ പൂജാ വസ്ത്രവും പ്രസാദവും കൊടുത്ത് സാമിനെ ഒരുക്കുന്നു. എന്നിട്ട് കരന്റെ ബുക്കിലെ മന്ത്രം ഉരുവിടുന്നു രണ്ടുപേരും. അപ്പോൾ ടീച്ചറിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച സാത്താൻ സാമിനെയും അമ്മയെ ഉപദ്രവിക്കാനായി അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ ഒരുവിധം അവിടെ നിന്ന് സാത്താനെ ഓടിച്ചു വിടുന്നു സാമും അമ്മയും. എന്നിട്ട് കരന്റെ വീട്ടിലേക്ക് ടമീറയെ രക്ഷപ്പെടുത്താനായി സാം പോകുന്നു. അപ്പോൾ അവിടെയുണ്ട് ആ മോൺസ്റ്റർ. സാമിനെ അത് കൊല്ലാൻ നോക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെയൊക്കെയോ ബേസ്മെന്റിൽ പോയി ടമീറയെ രക്ഷപ്പെടുത്താൻ നോക്കുകയാണ് സാം. അപ്പോൾ മോൺസ്റ്ററും വരുന്നുണ്ട് അങ്ങോട്ടേക്ക്. രണ്ടുപേരും മന്ത്രം ചൊല്ലി മോൺസ്റ്ററിനെ കുപ്പിയിലാക്കാൻ നോക്കുന്നു. എന്നാൽ ടമീറ വീക്കായത് കൊണ്ട് മോൺസ്റ്റർ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് അതിനെ നേരിടാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ സൗഹൃദത്തിന്റെ ശക്തി കാരണം മോൺസ്റ്ററിനെ വീക്കാക്കുന്നു. എന്നിട്ട് സമീറ തന്റെ ഉള്ളിൽ തന്നെ മോൺസ്റ്ററിനെ ബന്ധസ്ഥനാക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് കുറച്ചു നാൾക്കുള്ള സീനാണ് നമ്മൾ കാണുന്നത്. അവിടെ സാമിന്റെ ഫാമിലി ആഹാരം കഴിക്കുന്നുണ്ട്. ഈ മോൺസ്റ്ററിന് വേണ്ടി സാം മാംസം കഴിക്കുന്നത് നമുക്ക് കാണാം. അവിടെ സാമിന്റെ ടീച്ചറും അതുപോലെ ടമീറയും ഉണ്ട്. അവർ പണ്ടത്തതുപോലെ സ്ട്രോങ് ആൻഡ് ക്ലോസ് ഫ്രണ്ട്സ് ആയി മാറി. ടമീറ സാമിനോട് മോൺസ്റ്റർ പുറത്തു വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരിക്കലും വരില്ല എന്ന് സാം പറയുമെങ്കിലും അവളുടെ ഉള്ളിലും ഉണ്ട് ഒരു ചെറിയ പേടി. സാം ഉള്ളിൽ പറയുന്നുണ്ട് നന്മയും സ്നേഹവും തിന്മയെ നശിപ്പിക്കും എന്ന്. അങ്ങനെ ഈ മൂവി ഇവിടെ എൻഡ് ആയിരിക്കുകയാണ്. അപ്പൊ ഈ മൂവി ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.